+2 കെമിസ്ട്രിയിലും റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റൗൾട്ട്സ് ലാ എക്സ്പ്ലനേഷനാണ്. ഇത് 2019, 2022, 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഫോർമുല ഡെറിവേഷൻ. ഇത് 2020, 2023 ചോദിച്ചിട്ടുള്ള ഡെറിവേഷനാണ് കേട്ടോ. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് വാൻ ഹോഫ്സ് ഇക്വേഷൻ. ഇത് 2018, 2021, 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. പിന്നെ അബ്നോർമൽ മോളാർ മാസ് ആൻഡ് വാൻ ഹോഫ്സ് ഫാക്ടർ. ഇതും 2019, 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡെറിവേഷൻ ഓഫ് നെയിൻസ്റ്റ് ഇക്വേഷൻ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നെയിൻസ്റ്റ് ഇക്വേഷൻ. പിന്നെ ഗാൽവാനി സെൽ ഡയഗ്രാം ആൻഡ് വർക്കിംഗ്. ഇത് 2022, 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ കണ്ടക്ടൻസ് ആൻഡ് കോൾവാഷേഴ്സ് ലാ. അത് 2018, 2021, 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ജി ആൻഡ് EMF 2019, 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, ഇതൊക്കെ പഠിക്കാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കെമിക്കൽ കൈനറ്റിക്സ് നിന്നാണ്. റേറ്റ് ലാ ആൻഡ് ഓർഡർ ഓഫ് റിയാക്ഷൻ, ഹാഫ് ലൈഫ് ഫോർമുല ഓഫ് ഫസ്റ്റ് ഓർഡർ, അറൈനസ് ഇക്വേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ്. ഇത് എല്ലാ വർഷവും റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഇത് വെരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്, KMN ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് യൂസസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇതെല്ലാം പഠിച്ചിട്ട് പോകണം. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് കേട്ടോ. അടുത്തത് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ IUPAC's നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ചോദിക്കും. മെക്കാനിസം ഓഫ് SN1 ആൻഡ് SN2 ചോദിക്കും. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ റിയാക്ഷൻസ്, കാർബോസിലിക് ആസിഡ് റിയാക്ഷൻസ്, ആൽക്കഹോൾ പ്രിപ്പറേഷൻ ആൻഡ് റിയാക്ഷൻസ്, ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓർഗാനിക് കെമിസ്ട്രിയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നും എന്തായാലും നോക്കാതെ പോകരുത്, നോക്കിയിട്ട് തന്നെ പോകണം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഈ 5 ചാപ്റ്റേഴ്സ് എന്തായാലും നോക്കിയിട്ട് പോകണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നും, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് സൊല്യൂഷൻസിൽ നിന്നൊക്കെ നിന്ന് 50% ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ലെങ്കിൽ ഈ 5 ചാപ്റ്ററും കൂടി പഠിച്ചിട്ടൊക്കെ പോകണം കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.